സെപ്റ്റംബർ 9 ദോഹയിൽ ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പൊതുയോഗം, ഒരു ഉച്ചകോടി ദോഹയിൽ ചേരുകയുണ്ടായി. സെപ്റ്റംബർ 15 അറബ് ലീഗും OICയും നേതൃത്വം കൊടുത്ത ആ യോഗത്തിൽ പതിവ് പോലെ ഇസ്രായേലിൻ്റെ പൈശാചിക ചെയ്തിയെ ശക്തമായി അപലപിക്കുകയുണ്ടായി. രണ്ടാമത്തെ തീരുമാനം, അവർ മേലിൽ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കണമെന്നുള്ള അഭിപ്രായം രൂപപ്പെട്ടു. ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെതിരെ ഇതിൻ്റെ പേരിൽ ഒരു പട്ടാള നടപടിക്ക് തൽക്കാലം ആവശ്യമില്ല എന്ന തീരുമാനത്തിൽ എല്ലാവരും ഐക്യകണ്ഠേന എത്തുകയുണ്ടായി. ദോഹയിൽ ഒരു ഇസ്രായേലി ആക്രമണം നടന്നതിനെ തുടർന്ന് അറബ് രാജ്യങ്ങൾ അടിയന്തരമായി യോഗം ചേരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറബികൾക്കിടയിലോ ലോക രാജ്യങ്ങൾക്കിടയിലോ പ്രത്യേകിച്ച് ഉത്കണ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കാരണം അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എന്നുകൂടിയാണ് അവ ചേർത്ത് പറയാറുള്ളത്. അറബ് ഇസ്ലാമിക് എമർജൻസി സമ്മിറ്റ് എന്നായിരുന്നു ആ യോഗത്തിൻ്റെ പേര്. അതിനു പുറമെ അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, ഇവ രണ്ടുമാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇതൊക്കെയാണെങ്കിലും അറബികൾക്കോ അനറബികൾക്കോ മുസ്ലിങ്ങൾക്കോ നോൺ മുസ്ലിങ്ങൾക്കോ ഈ യോഗത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും പ്രത്യേകിച്ചൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്നാണ് വാസ്തവം. അതിന് കാരണം, ഇതേവരെയുള്ള അറബ് ലീഗിൻ്റെയും OICയുടെയും തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ലോകം ഇത്ര നിസ്സംഗമായി ഇതിനെ നോക്കിക്കണ്ടത്. ഏതായാലും പതിവ് പോലെ ദോഹയിലെ അറബ് ഉച്ചകോടിയിൽ ആ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കാൻ തീരുമാനമുണ്ടായി. ശക്തമായി അപലപിക്കാനുള്ള തീരുമാനം പതിവ് പോലെ ഉണ്ടായി. അപലപിച്ചു. ഇസ്രായേലിനെതിരെ ഇതിൻ്റെ പേരിൽ പട്ടാള നടപടി, കടുത്ത നടപടികളൊന്നും തൽക്കാലം വേണ്ട എന്ന തീരുമാനവും ഉണ്ടായി. അതും പ്രതീക്ഷിച്ചത് തന്നെയാണ് ലോകം. പിന്നീടുണ്ടായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, അബ്രഹാം അക്കോർഡ്, അതായത് അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളെ പുനഃപരിശോധിച്ച് അവരുമായിട്ടുള്ള ബന്ധം പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള കൂടിയാലോചനക്കായിട്ടുള്ള ഒരു അക്കോർഡ്, അബ്രഹാം അക്കോർഡ് എന്ന പേര്, അതിന് ഇത് കോട്ടം വരുത്തിയേക്കും, തടസ്സമുണ്ടാക്കിയേക്കും എന്ന ഉത്കണ്ഠയും യോഗത്തിൽ ഉണ്ടായി. അതും അംഗീകരിച്ചു. ഇവിടെ പതിവ് പോലെ ലോകത്തിൻ്റെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് ഉത്കണ്ഠ ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം, അറബ് ലീഗോ OICയോ ഇന്നേ വരെ മേഖലയിൽ പശ്ചിമേഷ്യയിലെ സമാധാനവുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട്, പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം കൂടുന്നതല്ലാതെ ക്രിയാത്മകമായ ഒരു തീരുമാനം ഈ ബോഡികളിൽ നിന്ന് ഉണ്ടായതായി അറിവില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഈ പുതിയ അറബ് സമ്മിറ്റിലും ലോകത്തിന് വലിയ താല്പര്യമോ ഉത്കണ്ഠയോ ഇല്ലാതിരുന്നത്. കാരണം മേഖലയിലെ ദീർഘകാലമായിട്ടുള്ള, പ്രത്യേകിച്ചും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളിൽ ഇന്നേ വരെ ക്രിയാത്മകമായ ഒരു ഐക്യം ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം. അറബികൾക്കിടയിലുള്ള പരസ്പര ഭിന്നിപ്പും കൂട്ടായ്മയിലുള്ള പോരായ്മകളും ഇസ്രായേൽ നല്ല പോലെ മുതലെടുക്കുന്നുണ്ട്. അവർക്കത് വ്യക്തമായി അറിയാവുന്നതുമാണ്. ഈ അറബ് സമ്മിറ്റിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടത്താമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നെങ്കിലോ, ലോകത്തിൽ ക്രിയാത്മകമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല എന്ന് വിമർശിക്കുന്ന അതേ കൂട്ടർ തിരിഞ്ഞുകുത്തും. കാരണം ലോക സമാധാനത്തിന് അത് നിസ്സാര പോറലൊന്നുമല്ല ഏൽപ്പിക്കുക. മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധമുഖമായാൽ മിഡിൽ ഈസ്റ്റിലുള്ള അവിടെ അധിവസിക്കുന്നവരെക്കാൾ ഒരു പക്ഷേ ലോകത്തിൻ്റെ ഓരോ കോണിലുമുള്ളവരെ അത് ബാധിച്ചെന്ന് വരും. കാരണം പ്രത്യേകിച്ച് കേരളം പോലെ ഒരു രാജ്യത്തിന്, സംസ്ഥാനത്തിന് മധ്യ പൗരസ്ത്യ ദേശത്തെ പശ്ചിമേഷ്യയിലെ അസമാധാനം കടുത്ത പരിക്കേൽപ്പിക്കും.
എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ മധ്യ പൗരസ്ത്യ ദേശത്തുണ്ട്. അവരവരുടേതായ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ട് പശ്ചിമേഷ്യയുടെ സമാധാനവും അവിടുത്തെ സമ്പത്തും ലോകം മുഴുവൻ പങ്കിടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ അസമാധാനം കടുത്ത വർഗീയവാദികൾക്ക് അവിടെ യുദ്ധമുണ്ടായി ആ രാജ്യങ്ങളൊക്കെ തകർന്നു പോകട്ടെ എന്ന ആഗ്രഹമുണ്ടെങ്കിലും മാന്യന്മാർക്കോ സമാധാനകാംക്ഷികൾക്കോ നിഷ്പക്ഷമതികൾക്കോ ആ മേഖലയിൽ മറ്റെവിടെ ഉണ്ടായാലും ആ മേഖല സമാധാനത്തിൽ വർത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം ഈ ലോകത്ത് പല രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളുണ്ട്, ദരിദ്ര രാജ്യങ്ങളുമുണ്ട്. പക്ഷേ പല രാജ്യങ്ങളുടെയും സമ്പത്ത് അവർ മറ്റ് രാജ്യങ്ങൾക്ക് ഇത്ര വിപുലമായ തോതിൽ തൊഴിലാളി വർഗങ്ങളുടെ പേരിൽ ആയാൽ പോലും ഇത്രയേറെ പങ്കിടപ്പെടുന്ന മറ്റൊരു സമ്പന്ന രാജ്യവും ഭൂമുഖത്തില്ല എന്ന് പറയാം. ഗൾഫ് രാജ്യങ്ങളെപ്പോലെ. ഗൾഫ് രാജ്യങ്ങളിൽ വെറും സ്കിൽഡ് ആളുകൾക്ക് മാത്രമല്ല, സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമല്ല ചാൻസ് ഉള്ളത്, ഏറ്റവും താഴേക്കിടയിലുള്ള തികച്ചും അൺസ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പോലും മാന്യമായ വേതനവും തൊഴിൽ സാധ്യതകളും ഒരുക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പശ്ചിമേഷ്യ എന്ന് കാണാം. ഇതേ അവസ്ഥ ഇത്ര തന്നെ ഇതിനേക്കാൾ സമ്പന്നമായ പല മറ്റു രാജ്യങ്ങളിലും ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഗൾഫിൽ എങ്ങനെയെങ്കിലും യുദ്ധമുണ്ടാകട്ടെ, ആ രാജ്യങ്ങൾ തകർന്ന് അടിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അധിക പേരും. അറബ് ലീഗിൻ്റെയും OICയുടെയും തീരുമാനം വളരെ അവരുടെ നിഷ്ക്രിയത്വമാണെന്നും അവരുടെ തീരുമാനങ്ങൾ സാധാരണ പോലെ അപലപനത്തിൽ ഒതുങ്ങുന്നതാണെന്നും കുറ്റപ്പെടുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആപൽക്കരമായ പ്രത്യാഘാതങ്ങളുണ്ട്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു യുദ്ധത്തിലേക്കായിരിക്കും എത്തിച്ചേരുക. ഒരു ലോക യുദ്ധം ഈ ലോകത്തിന് ഇനി താങ്ങാനാവില്ല. 1ഉം 2ഉം ലോക യുദ്ധങ്ങൾ കണ്ട നമ്മുടെ ലോകത്തിന് തീർച്ചയായും മൂന്നാമതൊരു ലോക യുദ്ധം വെറും ഒരു നമ്പറിൽ ഒതുങ്ങില്ല. അത് ലോകത്തിൻ്റെ ഒരുപക്ഷെ സമൂലമായ നാശത്തിലാണ് കലാശിക്കുക. ഈ ബോധം അറബ് ജനതക്ക് മാത്രം ഉണ്ടായാൽ പോരാ, അത് അവരുടെ ഭീരുത്വം കൊണ്ടാണ് അവർ യുദ്ധത്തിന് മുതിരാത്തത്. ഇസ്രായേലിനോട് കൃത്യമായി കടുത്ത ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ അവരുടെ അധൈര്യവും അവരുടെ അശക്തിയുമാണ് കാരണം എന്ന് വിമർശകരുണ്ടെങ്കിലും വാസ്തവത്തിൽ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിനും ഗുണകരമല്ല, അത് വിവേകപൂർണവുമല്ല. ഒരു ജനത സമാധാനത്തിൻ്റെ എല്ലാ പഴുതുകളും അടഞ്ഞ ശേഷമല്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ലോകഗതിയെ നിരീക്ഷിക്കുന്ന ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും തോന്നുക. അറബ് ഇസ്ലാമിക് എമർജൻസി സമ്മിറ്റ് അതിൻ്റെ ഔട്ട്കം സമാധാനപരമായിരിക്കുന്നു എന്നുള്ളത് പലതുകൊണ്ടും ആശ്വാസകരമാണ്. വിമർശകർ എന്തു തന്നെ പറയട്ടെ, ഇസ്ലാമോഫോബിക്കുകൾ എന്തു പറയട്ടെ, അറബികളെ കുറിച്ച് കടുത്ത വൈരാഗ്യം വെച്ച് പുലർത്തുന്നവർ എന്തു തന്നെ പറയട്ടെ, അറബ് ലീഗ് OIC സംവിധാനങ്ങളെ കുറിച്ച് പുച്ഛം പുലർത്തുന്നവരും എന്തു പറയട്ടെ, പക്ഷേ അറബികളെല്ലാം കൂടെ ചേർന്ന് അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ മേഖല ചേർന്ന് യുദ്ധത്തിലേക്ക് കുതിക്കുകയാണെങ്കിൽ, എടുത്തു ചാടുകയാണെങ്കിൽ അവർക്ക് മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് ലോകത്തിനൊട്ടാകെയാണെന്ന് ദീർഘവീക്ഷണം ചെയ്യാനുള്ള പക്വത ആ അറബ് സമ്മിറ്റിൽ ഉണ്ടായി എന്ന് വേണം പറയാൻ. കടുത്ത വിമർശകരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് മലേഷ്യയിലെ അൻവർ ഇബ്രാഹിം ഇസ്രായേലിനോട് കടുത്ത നടപടികൾ ആവശ്യമുണ്ട്, പ്രതിരോധങ്ങളും ഉപരോധങ്ങളും ആവശ്യമുണ്ട് എന്ന് പറയുകയുണ്ടായി. അഭിപ്രായപ്പെടുക ന്യായമാണ്. ഇസ്രായേലിൻ്റെ സ്വഭാവത്തിനും അവരുടെ പെരുമാറ്റത്തിനും കടുത്ത ശിക്ഷ അവർ അർഹിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് സ്വയം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടാകരുത്, എലിയെ കൊല്ലാനുള്ള ഇല്ലം ചുടലായി അത് മാറരുത് എന്ന് ബോധമുള്ളവരാണ് സത്യത്തിൽ അറബ് നേതാക്കൾ എന്ന് വേണം പറയാൻ. കാരണം അവരുടെ പരിപക്വമായ സമാധാനപൂർണമായ പ്രതികരണം ഇസ്രായേലിൻ്റെ കടുത്ത അതീതിയോട്, ട്രെസ്പാസിങ്ങിനോട്, അതിരുകവിയലിനോട്, അതിർത്തി ലംഘിക്കലിനോട് അറബ് ജനത അവൻ്റെ നേതൃത്വം വളരെ പരിപക്വമായ രീതിയിലാണ് പെരുമാറിയതെന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെ വേണം അറബ് സമ്മിറ്റിനെ കാണാൻ. അറബികൾ വേടി തൊണ്ടന്മാരാണെന്നും അവർക്ക് ഇസ്രായേലിനോട് മുട്ടാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നും എന്തൊക്കെ ആര് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ
പരിപക്വമായ ചിന്താഗതികളും സമാധാനത്തിലേക്കുള്ള അവസാനത്തെ വഴികളും പരിശോധിച്ചിട്ടല്ലാതെ ഒരു ജനതയും ഒരു മേഖലയും യുദ്ധത്തിനെ കുറിച്ച് ചിന്തിച്ചു പോലും കൂടാത്തതാണ്. ഇതാണ് അറബ് സമ്മിറ്റ് നമുക്ക് മുമ്പിൽ നൽകുന്ന പാഠം. പുറത്തിരുന്നു കൊണ്ട്, വിദൂരത്തിലിരുന്നു കൊണ്ട് പലർക്കും പലതും പറയാം, പലതും പരിഹസിക്കാം, കളിയാക്കാം. അതിന്റെ പിന്നിലെ ചേതോവികാരം കേവലം സമാധാനകാംക്ഷയോ പ്രതികാരമോ മറ്റുമല്ല. അതൊരു തരം സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അതായത് സിനിമയിൽ സ്റ്റണ്ട് കാണാനുള്ള താല്പര്യം പോലെ. കാരണം അറബ് മേഖല ഒന്ന് അടിച്ച്, ഇസ്രായേലികളും അറബികളും തമ്മിൽ അടിച്ച് നാശം വിതക്കുന്ന ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി മനസ്സുകളുണ്ട്. അതാണ് ലോകത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു മനസ്ഥിതിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അറബ് ലീഗിനെ കുറിച്ചും OIC കുറിച്ചും പലതവണ പലതരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് കേൾക്കുന്നത്. ലോകത്ത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അറബ് ലീഗോ OIC ഓടിയെത്തി അവിടെയുള്ള രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യണം എന്നാണ് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത്. പക്ഷെ ലോകക്രമത്തിലുള്ള ഓരോ രാഷ്ട്രങ്ങൾക്കുള്ള അവരുടെ അവകാശങ്ങളും അവർക്ക് ഇടപെടാനുള്ള മറ്റൊരു രാജ്യത്ത് ഇടപെടാനുള്ള പരിമിതികളും മനസ്സിലാക്കാത്തവരാണ് ഇക്കൂട്ടർ എന്ന് വേണം പറയാൻ. നമ്മുടെ കേരളത്തിൽ തന്നെ തീപ്പൊരി പ്രസംഗം നടത്തിയിരുന്ന ഒരു മതപ്രഭാഷകൻ മുസ്ലിങ്ങൾക്ക് പോകാൻ നിരവധി രാജ്യങ്ങളുണ്ട്, മുസ്ലിങ്ങളെ തൊട്ടാൽ വരാൻ 57 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് എന്ന രീതിയിലുള്ള വീമ്പു പറച്ചിൽ എന്ന് തന്നെ പറയാം കേട്ടിരുന്നു. പക്ഷേ ഇന്ത്യയിലൊട്ടാകെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കലക്കി അറബിക്കടലിൽ ഒഴുക്കിയാലും ഈ അറബ് രാജ്യങ്ങൾ ഇവിടെ വന്ന് ഹിന്ദു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുമെന്ന് ആരും സ്വപ്നം കാണേണ്ട. ഒന്നാമത്തെ കാര്യം അതിൻ്റെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കില്ല ഇസ്ലാം പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനാവില്ല. കാരണം ഒരു മുസ്ലിമിനെതിരെ, ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഒരു രാഷ്ട്രം എന്തെങ്കിലും ചെയ്തു വെച്ച് ആ രാഷ്ട്രത്തോട് യുദ്ധത്തിന് പോകാൻ മാത്രം കൽപ്പിക്കപ്പെട്ടവരല്ല മുസ്ലിങ്ങൾ. അത് നയതന്ത്ര രീതിയിൽ, മനുഷ്യത്വപരമായ രീതിയിൽ പരിഹാരം കാണാനാണ് നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു മുസ്ലിമും, ലോകത്ത് ഒരിടത്തും ഒരു മുസ്ലിമും അവരെന്തെങ്കിലും ചെയ്താൽ, അവർക്കെതിരെ ആരെങ്കിലും ചെയ്താൽ ഉടനെ അറബ് ലീഗും OICയും അറബ് രാജ്യങ്ങളും 57 രാജ്യങ്ങളും ഓടിയെത്തുമെന്ന സ്വപ്നം ആരും കാണേണ്ടതില്ല. പക്ഷെ ഇതൊന്നും ഇസ്ലാമിനെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെ അരച്ചു കലക്കി കടലിലൊഴുക്കിയാലും ഇസ്ലാം അവിടെ ഉണ്ടാവും. ഇസ്ലാം ഒരാശയമാണ്, അതൊരു പദാർത്ഥമല്ല. കാലത്തോളം, അത് മഹത്തായ ഒരു ആശയമായിരിക്കുന്ന കാലത്തോളം തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയാലും ഇസ്ലാമിൻ്റെ ആ സന്ദേശവും ആ ആശയത്തിൻ്റെ പ്രസക്തിയും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന ബോധമുള്ളവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അതിൻ്റെ പാഠങ്ങൾ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട എല്ലാ മനുഷ്യരും എന്ന് കാണാം. അതുകൊണ്ട് കൂടിയാണ് പല പ്രകോപനങ്ങളും, പല തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് മുമ്പിലും മുസ്ലിങ്ങൾ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ അതിനോട് അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് കേവലം ഭീരുത്വം കൊണ്ട് മാത്രമല്ല, അത് അവരുടെ വിവേകം കൂടിയാണ്, അവരുടെ മതം നൽകുന്ന ഉത്ബോധനത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ മുസ്ലിങ്ങളും മുസ്ലിമേതര വ്യക്തികളും സന്മനസ് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തോടുകൂടി ലോകത്ത് ഉരുണ്ടുകൂടാനിരുന്ന ഒരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി എന്ന ആശ്വാസമാണ് നാം കാണിക്കേണ്ടത്. തീർച്ചയായും യുദ്ധമുക്തമായ, യുദ്ധരഹിതമായ ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും നമുക്ക് അവകാശമുണ്ടല്ലോ. യുദ്ധം അവഗണിക്കാനാവാത്ത ഒരവസ്ഥയിൽ തീർച്ചയായും നമ്മളും ആ യുദ്ധത്തിലേക്ക് എടുത്തു ചാടപ്പെട്ടു എന്ന് വരാം, അതിൽ മുങ്ങി നശിച്ചു എന്നും വരാം. അപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കേണ്ടത് യുദ്ധരഹിതമായ ഒരു സമാധാനപൂർണമായ ലോകത്തിന് വേണ്ടിയാണ്. ഏതായാലും അറബ് സമ്മിറ്റ് യുദ്ധത്തിലേക്ക് ഉള്ള ഒരു ആഹ്വാനമല്ലാതെ സമാധാനത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടി തുറന്നിട്ടുകൊണ്ട് അവസാനിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. ഒപ്പം ഇസ്രായേലിനെ പോലെ ഒരു രാഷ്ട്രത്തിന്, ഒരു തെമ്മാടി രാഷ്ട്രത്തിന് അർഹമായ ഉചിതമായ മറുപടി കൊടുക്കാൻ ഈ അറബ് രാജ്യങ്ങൾ മാത്രമല്ല ലോക സമൂഹം തന്നെ മുന്നോട്ട് വരണം. ഏറ്റവും ന്യായവും മാന്യവും നീതിയുക്തവുമായ ഒരു മറുപടി തെമ്മാടി രാഷ്ട്രങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ലോകത്തോട് നമുക്ക് വെറും അറബ് രാജ്യങ്ങളോടല്ല, അറബികളോട് തെറ്റ് ചെയ്തവർക്ക് അറബി മാത്രം സമാധാനം ചോദിക്കുക, ഇന്ത്യക്കാരോട് തെറ്റ് ചെയ്തതിന് ഇന്ത്യക്കാർ മാത്രം സമാധാനം ചോദിക്കില്ല. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും, ഇതൊരു സമൂഹമാണ്, ലോക സമൂഹം അനീതിക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊണ്ട് അനീതി പ്രവർത്തിക്കുന്നവർക്ക്
ഉപരോധം ഏർപ്പെടുത്താൻ മുൻകൈ എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കട്ടെ.